നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്ത്രീകൾക്ക് അത്യാവശ്യം ഫ്രീഡം കൊടുക്കുന്ന മോഡേൺ പാർട്ടിയാണ് CPM. അതുകൊണ്ട് ഞങ്ങളുടെ കേരളത്തിലെ സ്ത്രീകളെല്ലാം വളരെ സുരക്ഷിതരാണ്. അവർക്ക് അവരുടെ ഇഷ്ടം പോലെ ജീവിക്കാം. പക്ഷേ CPMിലെ തലയ്ക്ക് മുകളിലേക്ക് വളരാൻ പാടില്ല. സമൂഹത്തിൽ അനീതിക്കായി ശബ്ദമുയർത്തിയാൽ അവരെ പിന്നെ അടിച്ചമർത്താനാണ് ശ്രമിക്കുക. ഡയലോഗുകൾക്കപ്പുറം ഇതെല്ലാം പൊള്ളയാണെന്ന് വ്യക്തമാകുന്ന സന്ദർഭങ്ങൾ പലപ്പോഴായി ഉണ്ടായിട്ടുണ്ട്. വണ്ടിപ്പെരിയാറിൽ ക്രൂരമായി പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുഞ്ഞിന്റെ കുടുംബത്തിന് പോലും നീതി നൽകാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല. ഇപ്പോഴിതാ പിണറായി സർക്കാരിന്റെ മറ്റൊരു അനീതിയുടെ വാർത്ത കൂടി പുറത്തു വന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പീഡിപ്പിക്കപ്പെട്ട യുവതിയെ പിന്തുണച്ച നഴ്സിനെ ഹൈക്കോടതി പറഞ്ഞിട്ടും ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കാത്ത പിടിവാശി തുടരുകയാണ് സർക്കാർ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സീനിയർ നഴ്സിംഗ് ഓഫീസർ PB അനിതയെയാണ് സർക്കാർ നേതൃത്വത്തിൽ വേട്ടയാടുന്നത്. ജോലിയിൽ പ്രവേശിപ്പിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടും മെഡിക്കൽ കോളേജ് അധികൃതർ 4ാം ദിവസം നടപ്പാക്കിയില്ല. മെഡിക്കൽ കോളേജ് ICUവിൽ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ട യുവതിക്ക് അനുകൂല നിലപാടെടുത്തതിന്റെ പേരിലാണ് അനിതയെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയത്. ഇതിനിടെ ഉത്തരവ് പുനഃപരിശോധിക്കാൻ ഹൈക്കോടതിയെ സമീപിക്കാനും സർക്കാർ ഒരുങ്ങുകയാണ്. അനിതയെ ഏപ്രിൽ 1 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തിരികെ പ്രവേശിപ്പിക്കണമെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. ഇതുമായി 4 ദിവസമായി അനിത എത്തുന്നുണ്ടെങ്കിലും ജോലിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചാലേ ജോലിയിൽ പ്രവേശിപ്പിക്കാൻ സാധിക്കുമെന്നും തനിക്ക് സ്വന്തമായി ഉത്തരവ് ഇറക്കാനാകില്ലെന്നും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ കോഴിക്കോട് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ സുജിത് ശ്രീനിവാസനെ അറിയിച്ചു. മെഡിക്കൽ കോളേജ് ICUവിൽ 2023 മാർച്ച് 18 ശസ്ത്രക്രിയ കഴിഞ്ഞ് അർദ്ധബോധാവസ്ഥയിലായിരിക്കെയാണ് ജീവനക്കാരൻ യുവതിയെ പീഡിപ്പിച്ചത്. ഇതേറെ നടുക്കുന്ന സംഭവമായിരുന്നു. പരാതി നൽകിയ യുവതിയെ മൊഴി മാറ്റിക്കാൻ 6 വനിതാ ജീവനക്കാർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ സംഭവം അധികൃതർക്ക് അനിത റിപ്പോർട്ട് ചെയ്തതാണ് പ്രതികാരത്തിനിടയാക്കിയത്. തുടർന്ന് 6 പേരെയും സസ്പെൻഡ് ചെയ്തു. പ്രത്യേക അന്വേഷണ സമിതിക്കും പോലീസിന് മുൻപിൽ ഭീഷണി സ്ഥിരീകരിച്ച് മൊഴി നൽകിയ അനിതയെയും ചീഫ് നഴ്സിംഗ് ഓഫീസർ, നഴ്സിംഗ് സൂപ്രണ്ട് എന്നിവരെയും സ്ഥലം മാറ്റി. അനിത ഒഴികെയുള്ളവർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിന്ന് സ്റ്റേ ലഭിക്കുകയും അവർ തിരികെ ജോലിയിൽ കയറുകയും ചെയ്തു. അനിതയ്ക്ക് നിയമനം നൽകാൻ കോഴിക്കോട് ഒഴിവില്ല എന്നായിരുന്നു സർക്കാർ വാദം. മറ്റൊരാൾക്ക് അതിനകം കോഴിക്കോട് നിയമനം നൽകി. തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. അനിതയെ കുറ്റവിമുക്തയാക്കിയ കോടതി സർവീസ് റെക്കോർഡിൽ ഇക്കാര്യങ്ങൾ രേഖപ്പെടുത്തരുതെന്നും നിർദ്ദേശിച്ചു. 5 ജീവനക്കാരുടെ പേരെഴുതി നൽകിയതിന് യൂണിയൻ നേതാവ് അനിതയെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതേക്കുറിച്ച് അനിത പ്രിൻസിപ്പലിന് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല. അതേസമയം തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ ഈ അനീതി ചർച്ച ചെയ്യാൻ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നുണ്ട്. KK രമ അടക്കമുള്ളവർ അനിതയ്ക്ക് നീതി നൽകണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഹൈക്കോടതിയെ വകവയ്ക്കാതെയാണ് പിണറായി സർക്കാർ ഇത്തരം ധിക്കാരം നിറഞ്ഞ നടപടികളുമായി മുൻപോട്ട് പോകുന്നത്.